എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് എക്സാമിന്റെ റിവൈസ് ചെയ്തിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടൈം ടേബിളും വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കറിയാം 15-ാം തീയതി അല്ലേ, 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് 23-ാം തീയതിയാണ് എക്സാം കഴിയുന്നത്. ഈ എക്സാം ഒക്കെ എങ്ങനെയാണ്, കണ്ടിന്യൂസ് ആയിട്ടാണ് അല്ലേ, 15, 16, 17, 18, 19 ഇല്ലേ. അത് കഴിഞ്ഞിട്ട് സാറ്റർഡേ സൺഡേ ആണ് വരുന്നത്. പിന്നെ മൺഡേ ഉണ്ട് 22, പിന്നെ ചൊവ്വാഴ്ച. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് എക്സാം വരുവാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഒന്നും ഉണ്ടാവുന്നില്ല. ഒരു ദിവസം 2 പരീക്ഷയൊക്കെ വീതം വെച്ച് മിക്ക ക്ലാസ്സുകളിലും ഉണ്ട്. പ്രധാനമായിട്ടും 10th ആണ് ഞാനിവിടെ നോക്കാൻ പോകുന്നത് കേട്ടോ. 9th ആണെങ്കിലും 2 സബ്ജക്റ്റുകൾ ഒരു ദിവസം വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ പ്ലാൻ ചെയ്യുക കേട്ടോ. കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക, എങ്ങനെയാണ് പഠിക്കേണ്ടത്. അവധി കിട്ടുന്ന അനുസരിച്ചിട്ടൊക്കെ നിങ്ങൾ മാക്സിമം കവർ ചെയ്ത് പോകുക കേട്ടോ. അപ്പോൾ 10th നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 10th 15-ാം തീയതി എപ്പോഴാണ്? ഫോർനൂൺ ആണ് കേട്ടോ, രാവിലെ അല്ലേ. രാവിലെ മാത്സ് ആണ്. ഓക്കെ. ഉച്ച കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത്? ലാംഗ്വേജ് ആണ് വരുന്നത്. അപ്പോൾ ഒരു ദിവസം 2 പരീക്ഷയാണ്, കുഴപ്പമില്ല. ഒരു എക്സാം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടായാലും മാത്സ് നല്ലോണം പഠിക്കാൻ സാധിക്കും. തിങ്കളാഴ്ചയാണ് എക്സാം വരുന്നത്. അപ്പോൾ അതിന് മുന്നേ സാറ്റർഡേ സൺഡേ ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് മാത്സ് ഒക്കെ പഠിക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. പിന്നെ വരുന്നത് ചൊവ്വാഴ്ചയാണ് കേട്ടോ. ചൊവ്വാഴ്ച വരുന്നത് നിങ്ങൾ തിങ്കളാഴ്ചത്തെ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ്, ഗ്യാപ്പ് ഒന്നും വരുന്നില്ല. എക്സാം വൈകുന്നേരം എഴുതിയതിന് ശേഷം വന്നതിന് ശേഷം നിങ്ങൾ പിറ്റേ ദിവസം ഫോർനൂണിലാണ് എക്സാം. രാവിലെയാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ വൈകുന്നേരം വന്നതിന് ശേഷം കുറച്ച് സമയം, ആ നൈറ്റിലെ സമയം മാത്രമുള്ളൂ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് നല്ലോണം പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾ അതിനുവേണ്ടി നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക കേട്ടോ. അപ്പം ഫ്രൈഡേയോ സാറ്റർഡേയോ ഒക്കെ ആണെങ്കിലും ഇംഗ്ലീഷും കൂടെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നൈറ്റിന് കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പം അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക കേട്ടോ ഇംഗ്ലീഷ്. പിന്നെ ഉച്ചയ്ക്കില്ല, അന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്കില്ല. പിന്നെ ബുധനാഴ്ച രാവിലെ ഇല്ല അല്ലേ, ബുധനാഴ്ച രാവിലെ ഇല്ല. പിന്നെ വരുന്നതാണ് ബുധനാഴ്ച uച്ച കഴിഞ്ഞ് നിങ്ങൾക്ക് ലാംഗ്വേജ് ആണ് വരുന്നത് അല്ലേ. മലയാളമാണ്, മലയാളത്തിൻ്റെ പേപ്പർ 2 ആണ്. അപ്പോൾ ലാംഗ്വേജ് ഇവിടെ പഠിക്കാൻ ഒരുപാട് സമയമുണ്ട്. ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞും പഠിക്കാം, അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെയും പഠിക്കാം. ക്ലിയർ ആയല്ല പറഞ്ഞത്? അപ്പോൾ അത്രയും സമയമുണ്ട്. പിന്നെ വ്യാഴാഴ്ചയാണ് വരുന്നത്. വ്യാഴാഴ്ച ഹിന്ദിയും ബയോളജി 2 പരീക്ഷയുണ്ട് കേട്ടോ. രാവിലെ ഹിന്ദി, ഉച്ച കഴിഞ്ഞിട്ട് ബയോളജിയാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്കിവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അതായത് ചൊവ്വാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് സമയം വരുന്നുണ്ട്. ആ സമയം നിങ്ങൾ ബയോളജിയോ ഹിന്ദിയോ ഒക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ബുധനാഴ്ച രാവിലെ കുറേ സമയം കിട്ടുന്നുണ്ടല്ലോ. അത് ചൊവ്വാഴ്ച വൈകിട്ടും ബുധനാഴ്ച രാവിലെയൊക്കെ പഠിച്ചാൽ മതിയായിരിക്കും, ലാംഗ്വേജ് ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞത്തെ സമയം ഈ ഹിന്ദിയോ അല്ലെങ്കിൽ ബയോളജിയൊക്കെ നല്ലോണം ഉണ്ടല്ലോ. ഹിന്ദി അധികം നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാകില്ല, ബയോളജി നല്ലോണം ഉണ്ടല്ലോ പഠിക്കാൻ. അപ്പോൾ ബയോളജിയൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി ചൊവ്വാഴ്ചത്തെ ഉച്ച കഴിഞ്ഞത്തെ സമയം ഒന്ന് പ്ലാൻ ചെയ്യുക. മനസ്സിലായല്ലോ? പിന്നെ നോക്കുക, വ്യാഴാഴ്ച നമുക്കറിയാം രാവിലെയും ഉച്ച കഴിഞ്ഞും പരീക്ഷയുണ്ട്. പിന്നെ വെള്ളിയാഴ്ച വരുമ്പോൾ വെള്ളിയാഴ്ച രാവിലെയാണ് നമ്മുടെ ഫിസിക്സ് വരുന്നത്. നിങ്ങൾക്കറിയാലോ, ഫിസിക്സ് നല്ലതുപോലെ പഠിക്കാനുണ്ടല്ലോ. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം ഈ വ്യാഴാഴ്ചത്തെ നൈറ്റ് മാത്രമേ നമുക്ക് സമയം അവിടെ കിട്ടുന്നുള്ളൂ. ശരിയാണല്ലോ? അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ അവിടെ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക കേട്ടോ. നേരത്തെ ഫിസിക്സ് ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. തലേ ദിവസത്തേന് എല്ലാം പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഇരിക്കല്. നിങ്ങൾ ഇപ്പം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ആണെങ്കിലും റിവൈസ് ചെയ്യുക. സാറ്റർഡേ സൺഡേസിലൊക്കെ വരുമ്പോൾ ഫിസിക്സ് റിവൈസ് ചെയ്യുക. ഫിസിക്സിനാണ് ഇവിടെ ഒട്ടും സമയമില്ലാതെ വന്നിരിക്കുന്നത്. ശരിയല്ലേ? ഇടയ്ക്കൊന്ന് പഠിക്കാനോ, കാരണം ബയോളജി വരുന്നുണ്ട്. ബയോളജി നിങ്ങൾക്ക് ഈ ഒരു ഗ്യാപ്പിൽ പഠിക്കാം. ഞാൻ പറഞ്ഞു, ഈ ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് വേണമെങ്കിൽ ബയോളജി പഠിക്കാം. പക്ഷേ ഫിസിക്സ് പഠിക്കാൻ ഇവിടെ സമയം ഒട്ടും കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നേരത്തെ തന്നെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. തലേ ദിവസം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ മാത്രമുള്ള സമയം കിട്ടത്തുള്ളൂ കേട്ടില്ല, വ്യാഴാഴ്ച വൈകിട്ട്. അപ്പം വ്യാഴാഴ്ച വൈകിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഒരു പക്ഷേ ആഫ്റ്റർനൂൺ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം കിട്ടിയേനെ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമാണ് വന്നിരിക്കുന്നത്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുക കേട്ടോ. പിന്നെ തിങ്കളാഴ്ച നമുക്കറിയാം 2 ദിവസമുണ്ട്. വെള്ളിയാഴ്ചത്തെ ഉച്ച കഴിഞ്ഞ സമയമുണ്ട്, ദെൻ ശനി ഞായറും ഉണ്ട്. കെമിസ്ട്രി പഠിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. ഉച്ച കഴിഞ്ഞ് പരീക്ഷയില്ല, തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് പരീക്ഷയില്ല. ദെൻ ചൊവ്വാഴ്ച രാവിലെ സോഷ്യൽ വരുന്നുണ്ട്. അപ്പോൾ സോഷ്യലും പഠിക്കാൻ സമയമുണ്ട്. കാരണം ഇവിടെ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് കുറേ സമയം വരുന്നുണ്ട്. അപ്പം പിന്നെ ശനി ഞായറും വരുന്നത്. അപ്പോൾ സോഷ്യലും കേട്ടോ, സോഷ്യലും സമയം കണ്ടെടുത്തോട്ടെ. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞും ശനിയാഴ്ചയൊക്കെ ആയിട്ട് സോഷ്യലും പഠിക്കണം. സോഷ്യൽ നല്ലോണം ഉണ്ടല്ലോ പഠിക്കാൻ അല്ലേ. അപ്പം വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞും അതുപോലെ തന്നെ ശനിയാഴ്ചയൊക്കെ ആയിട്ട് സോഷ്യൽ പഠിക്കുക. പിന്നെ ഞായറാഴ്ച ദിവസം നിങ്ങൾ കെമിസ്ട്രി നോക്കുക കേട്ടോ. അപ്പം ഞായറാഴ്ച ഫുള്ളായിട്ടും ഞായറാഴ്ച വൈകിട്ടും ഒക്കെ ആകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കെമിസ്ട്രി പഠിക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? പിന്നെ നമുക്കറിയാം തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് സമയമുണ്ട്. അപ്പം കെമിസ്ട്രി അല്ലെങ്കിൽ പഠിച്ച് തീരുന്നില്ല എന്നുണ്ടെങ്കിൽ ശനിയാഴ്ചയും കൂടെ നോക്കുക.
കേട്ടോ. എന്നിട്ട് പക്ഷേ സോഷ്യൽ നിങ്ങൾക്ക് സമയം കളയാനില്ല കേട്ടോ. സോഷ്യൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് നോക്കി തീരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കുക, അല്ലെങ്കിൽ ശനിയാഴ്ചയും കൂടി എടുക്കുക. പ്ലാൻ ചെയ്യൂട്ടോ. നിങ്ങൾ എന്തുമാത്രം പഠിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അപ്പം പഠിച്ചിട്ടില്ല എങ്കിൽ, ഓരോരോ സബ്ജക്റ്റുകൾ പഠിച്ചിട്ടില്ല എങ്കിൽ അതനുസരിച്ച് നിങ്ങൾ സമയം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് പഠിക്കുക. പ്ലാൻ ചെയ്യും, ഒരു ചെറിയ ടൈം ടേബിൾ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് പ്ലാൻ ചെയ്യും. ഇപ്പം എല്ലാവർക്കും പഠിച്ചിരിക്കുന്ന രീതി ഒരുപോലെ ആയിരിക്കണം എന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഏത് രീതിയിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില സബ്ജക്ട്സ് എളുപ്പമായിരിക്കും, ഒന്ന് റിവൈസ് ചെയ്ത് വായിച്ചാൽ മതിയായിരിക്കും. അപ്പം അതനുസരിച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് പഠിക്കുക കേട്ടോ. 9ാം ക്ലാസ്സുകാരും 8ാം ക്ലാസ്സുകാരും ഒക്കെ ടൈം ടേബിൾ നോക്കി വെച്ച് അതനുസരിച്ച് പഠിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ 9ാം ക്ലാസ്സിനാണെങ്കിലും ഫിസിക്സും കെമിസ്ട്രി ഒക്കെ ഒരുമിച്ച് വരുന്നുണ്ട്, ഇംഗ്ലീഷും ബയോളജിയും ഒക്കെ ഒരുമിച്ച് വരുന്നുണ്ട്. ഇതൊക്കെ പ്രശ്നമുള്ളതാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുക, നേരത്തെ പ്ലാൻ ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ടൈം ടേബിളിനെ കുറിച്ചുള്ള ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പ്ലാൻ ചെയ്യുക, അതനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കുക. സമയം വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് കളയാൻ നിൽക്കല്ല്. മാക്സിമം നിങ്ങൾ പഠിക്കുക. പക്ഷേ 24 മണിക്കൂറും പഠിക്കാൻ നല്ല ഉദ്ദേശിക്കുന്നത്. ആവശ്യത്തിന് ഉറക്കമൊക്കെ വേണം കേട്ടോ. ഉറക്കളച്ചിരുന്ന് പഠിക്കുന്നതൊന്നും വേണ്ട കേട്ടോ. അത്യാവശ്യം ഉറങ്ങുകയൊക്കെ ചെയ്യണം. ഉറങ്ങിച്ച് ബാക്കിയുള്ള സമയങ്ങൾ പഠിത്തത്തിന് വേണ്ടി ചിലവഴിക്കുക. കുറച്ച് ഒരു 2-3 മാസം നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്കോർ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക്